ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നതാ വീണ്ടും ഞാൻ കിച്ചണിലാണ്. പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. വരും. ഇന്ന് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പുതിയൊരു ഷെഫിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. വിളിക്കട്ടെ. ഹായ്, ഇതാണ് ഇന്നത്തെ ഷെഫ്. ഇന്നത്തെ നമ്മുടെ ഷെഫ് ആരാണെന്നല്ലേ? എൻ്റെ അനിയത്തി ഗൗരിയാണ്. ഗൗരി വളരെ സൂപ്പർ ഒരു ഷെഫാണ്. എൻ്റെ വീട്ടില് അമ്മയുടെ കൈപുണ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ അഡ്ജസ്റ്റ്മെന്റ് കുക്കാണ്. ഗൗരിയാണ് സൂപ്പർ ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് ഒക്കെ. എങ്ങനെയാണ് ഗൗരി ഈ കുക്കിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്? അങ്ങനെ ഇൻട്രസ്റ്റ് വന്നതൊന്നുമല്ല. ഞാൻ ചെറുതിലെ ഇങ്ങനെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സൺഡേസ് മാത്രം കയറുമായിരുന്നു കിച്ചണിൽ. പിന്നെ ഇങ്ങനെ ചപ്പാത്തി പരത്താൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ തുടങ്ങുമായിരുന്നു. പിന്നെ ഒരു 12th ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ ഇൻട്രസ്റ്റ് കയറി തുടങ്ങി. അപ്പം ബിരിയാണി, കേക്ക് അങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങി. പക്ഷേ ഏറ്റവും ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഫോട്ടോ ഇടും. അതൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. അതിന്റെ ഒരു റിവെഞ്ചും കൂടെ ആയിട്ടാണ് ഇന്ന് ഞാൻ ഗൗരിയെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണ്? ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ചിക്കൻ ആണ്. ബേസിക്കലി എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ അവധിയൊക്കെ വരുമ്പോൾ എല്ലാവരും മിക്ക സൺഡേസും എല്ലാം വീട്ടിലും ചിക്കൻ കാണും. അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ റെസിപ്പി കുറച്ച് ഭയങ്കര ഈസിയാണ്. അതുപോലെ കുറച്ച് വ്യത്യസ്തതരമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. ഈ ചിക്കൻ ഡിഷിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഷഗോമി എന്നാണ്. ഷഗോമി. ഓക്കെ, അപ്പോൾ ഷഗോമി ചിക്കന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത്, 1 ക്യാപ്സിക്കം കൊത്തി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള എണ്ണ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് മിന്റ് ലീവ്സ് കൊത്തി അരിഞ്ഞത് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 കിലോ ചിക്കൻ. ഗൗരിയുടെ ഷഗോമി ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു. ഇതായിപ്പോ ഗ്യാസ് കത്തിച്ച് ഇവിടെ നമ്മൾ റെഡിയാക്കി പാനൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. എന്തായാലും ഓയിലായിരിക്കും ആദ്യം ഒഴിക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ വെളിച്ചെണ്ണ അല്ലേ യൂസ് ചെയ്യുന്നത്? വെളിച്ചെണ്ണ ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്ന നിർബന്ധമില്ല. ചിലർക്ക് സൺഫ്ലവറിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു. ഇനി 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇടാണ്. ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ? നമ്മൾ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെയാണ് ആദ്യം ഇടുന്നത്. പക്ഷെ അതെന്തോ പെരുംജീരകത്തിന് ഒരു ഫ്ലേവർ ഉണ്ട്. ഇപ്പം ചിക്കൻ്റെ റിലേറ്റഡ് എന്ത് സാധനം വെക്കുമ്പോഴും പെരുംജീരകം കുറച്ചിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു സീക്രട്ടാണ്, നോട്ട് ചെയ്യണം. അപ്പം ഇത് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഈ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ മണം വരും. അപ്പൊ മണം വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഗൗരിയുടെ ഷഗോമി ചിക്കൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ അടുപ്പ് കത്തിച്ചു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് പെരുംജീരകപ്പൊടി ഇട്ടു, ഒരു മണം വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യണത്? ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ആവശ്യത്തിന് മതി. ഇപ്പൊ ചിലർക്ക് ഈ ഫ്ലേവർ അധികം ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കാൻ? ലോ ഫ്ലെയിം, ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കെ, ഇതിനും ഒരു സ്പെഷ്യൽ മണം വരും. ഓക്കെ, നമ്മൾ ആ കൊത്തി അരിഞ്ഞ ഉള്ളി ഇടാം. നല്ല മണമാണ് കേട്ടോ. ഈ പറയാൻ ഭയങ്കര എന്താണ് ഈസി ആണെങ്കിലും ഇവിടെ അടുത്ത് നിന്ന് ഇതുപോലെ ആങ്കർ ചെയ്യുക എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇത് ചീത്തായി പോയാൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളത്. ഉള്ളി നമ്മൾ നല്ലോണം വഴറ്റണം, നമ്മൾ വെയിറ്റ് ചെയ്യണം, ക്ഷമ നല്ലോണം വേണം. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് വെന്ത് കാണുമെന്ന് വിചാരിച്ച് അടുത്തിടുമ്പോൾ ഉള്ളി ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഇങ്ങനെ പച്ച ചവയ്ക്കാവും. നല്ലോണം തന്നെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഞാൻ നല്ലൊരു ഷെഫിനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനത്തെ ടിപ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാറില്ലല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ താങ്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയട്ടെ. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. ഏകദേശം മണമൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. നമുക്ക് ഈ ക്യാപ്സിക്കം ഇടാൻ സമയമായി. ക്യാപ്സിക്കം ക്യാപ്സിക്കം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഉപ്പിട്ടു. എങ്ങനെയാണ് നമ്മൾ ഉപ്പിടുന്നത്?
നന്നായിട്ട് അത് വെന്ത് വരാൻ വേഗം ആവാനാണ്. ഉള്ളി പൊതുവെ ഇടുമ്പോഴത്തേക്ക് കുറേ നേരം എടുക്കാം അതിന്റെ ഒരു ട്രാൻസ്പാരന്റ് ഒരു ടോണിലേക്ക് അത് വരാൻ. അപ്പൊ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ മടിയുള്ളവർക്ക് പെട്ടെന്ന് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ വലുതായി എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉപ്പ് എടുത്തിട്ട് കൊടുക്കരുത്. ഞാനൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശകലം ഉപ്പ് കേട്ടോ, 1/2 ടീസ്പൂണിന്റെയും താഴെ. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉപ്പ് ആഡ് ചെയ്യുമോ ലാസ്റ്റ് നമ്മൾ വേണമെങ്കിൽ മാത്രം. ബിക്കോസ് ചിലവർക്ക് ഉപ്പ് വളരെ കുറവാൻ വേണ്ടി വരത്തുള്ളൂ, അപ്പൊ അവർ ആഡ് ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യണം വേണ്ടി. അപ്പൊ നല്ലൊരു മണം വന്നു തുടങ്ങി. ക്യാപ്സിക്കം എപ്പോഴും ഒരു ചൈനീസ് ഫ്ലേവർ തരുന്ന ഒരു കോൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അത് ചൈനീസ് ഫ്ലേവർ അല്ല ഈ ഒരു ഡിഷ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. നല്ല മണം. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്ത ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ മീൻസ് ലീവ്സ് പറഞ്ഞു അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. പുതിനയില്ല അത് ആഡ് ചെയ്യാം. പുതിനയില ആഡ് ചെയ്യുമ്പം കറിക്ക് ഒരു പ്രത്യേകതരം ഫ്ലേവർ കിട്ടും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നോർമൽ ഡിഷ് ഒരു ടേസ്റ്റ് വരുന്നു പറഞ്ഞ മെയിൻ കാരണം പുതിനയിലയാണ്. അപ്പൊ എങ്ങനെയാണ്, സ്പൈസി ആണോ അതോ ലെസ് സ്പൈസി ആണോ? സ്പൈസ് നമ്മൾ ഇപ്പം ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരുന്നു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിന്ന്. ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പുതിനയില അരച്ചു വെച്ചതാണ്. ലീവ്സ് വേണമെന്നുള്ളവർക്ക് ലീവ്സ് ഇടാം കേട്ടോ. അരച്ചു വെച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യണം. ഇനി നമുക്ക് പതുക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലിക്ക് പൊതുവെ എരിവൊന്നും കളറാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെയാണ് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ എരിവ് പോരാന്ന് തോന്നുന്നവർക്ക് വീണ്ടും ആഡ് ചെയ്യും. ബിക്കോസ് നമ്മളിതിൽ പച്ചമുളക് ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എരിവിന്റെ കാര്യം ഡിസൈഡ് ചെയ്യാം. ഈ ഓരോ പൊടിയും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് നല്ലോണം കൂട്ടുമായിട്ട് നല്ലോണം മിക്സായി വരണം. അതിന് മുമ്പ് അടുത്തത് ഇട്ടാൽ അതൊരു കൺസിസ്റ്റൻസി വരത്തില്ല. എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് കൂടുതലും നോൺ വെജ് ഡിഷാണോ വെജ് ഡിഷാണോ? അങ്ങനെയൊന്നുമില്ല. എന്ത് കുക്ക് ചെയ്യുമ്പോഴും അതിന് ട്രൈ ചെയ്ത് നമ്മൾ പരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കഴിക്കുന്നതാണോ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ഇഷ്ടം? ഡെഫിനറ്റ്ലി കഴിക്കുന്നതാണ്. ഓക്കെ, ഒരു സ്പെഷ്യൽ മണം വീണ്ടും. എന്നാലും അപ്പൊ ഗൗരിയുടെ ഫേവറേറ്റ് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡിഷ് എന്താണ്? ആ ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. ഡിഷില്ല. അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം നമുക്ക്. 3 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇപ്പം നമുക്ക് പല പല കമ്പനീസിൽ കിട്ടും. അത് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ബിക്കോസ് ചിക്കൻ മസാല ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കറക്കി കിട്ടും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ സ്റ്റെപ്സ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞ് പെരിഞ്ജീരകപ്പൊടി ഇട്ടു. അതൊരു സ്മെല്ല് വരണം എന്ന് ഗൗരി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ, ടിപ്പാണ്. അങ്ങനെ ഒരു സ്മെല്ല് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓണിയൻ ആഡ് ചെയ്തു, പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തു, പിന്നെ ഉപ്പ് ആഡ് ചെയ്തു. നമ്മളെ പോലെ മടിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അത് ആയിക്കിടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് പുതിന ഇല അരച്ച് വെച്ചത് ആഡ് ചെയ്തു. പിന്നെ മുളക് പൊടി ആഡ് ചെയ്തു. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡർ ആണ്. പിന്നെ ചിക്കൻ മസാല നമ്മളത് 3 ടീസ്പൂൺ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ടിപ്പ് എന്താന്ന് നേരത്തെ പറഞ്ഞ വേറൊരു ടിപ്പ്, ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ട് മിക്സ് ആവുന്നത് വരെ അടുത്തത് മിക്സ് ചെയ്യാതിരിക്കുക, അടുത്ത പൊടി ഇടാതിരിക്കുക. അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ നഷ്ടമാകും എന്നാണ് നമ്മുടെ സൂപ്പർ ഷെഫ് ഗൗരി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ പൊടികൾ ഇടുമ്പോഴും അത് ഇടുമ്പോൾ ഒരു മണം ഉണ്ടാവും, ഒരു പച്ച മണം. അത് നമ്മൾ കുറെ വഴറ്റി കഴിയുമ്പോൾ അതിന് മണം കുറച്ച് ഒരു വല്ലാത്തൊരു നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണത്തിലേക്ക് അതാവും. ആക്ച്വലി ഇപ്പൊ സൂപ്പർ കുക്സ് ഒത്തിരി പേരുണ്ടായിരിക്കും, അങ്ങനെ കാണുന്നവരുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഈ ടിപ്സ്. ആദ്യമായിട്ട് ട്രൈ ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വെരി വെരി ബിഗിനേഴ്സിനുള്ള ടിപ്പുകളാണ് ഇവിടെ ഗൗരി പറഞ്ഞു തരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അറിയാന്നുള്ളതാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കരുത്, കൂട്ട് എല്ലായിടത്തും പിടിക്കണം.
നമ്മളിതിൽ വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ ചിക്കൻ ഇപ്പം അടച്ചു വെക്കുമ്പോൾ ചിക്കൻ്റെ അകത്തിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ട് ആ വെള്ളത്തിലായിരിക്കും ചിക്കൻ വേവുന്നത്. അപ്പൊ കുറച്ചുപോലും നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. ഒരു റോസ്റ്റ് പോലെ ഇരിക്കും ആക്ച്വലി. ഇപ്പൊ ഇനിയില്ല കറിയാക്കണം എന്നുള്ളത് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഈ ചിക്കൻ യൂസ് ചെയ്യുന്നത് വേവാൻ വേണ്ടി. പക്ഷെ ഗ്രേവി വേണം, ഇത് റോസ്റ്റ് പോലെ ഇരിക്കും. ഗ്രേവി വേണം എന്ന് ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം വേണം. കൂട്ടൊക്കെ നല്ലോണം ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കുക. നല്ലോണം മിക്സ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ. നിങ്ങളിത് ആക്ച്വലി ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് ഇട്ട് ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ അടപ്പ് തുറന്നു. ആക്ച്വലി 10 minutes നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ അത് മാത്രമല്ല, ഉപ്പ് അതിനിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഉപ്പ് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, 10 minutes ആണ് വെച്ചിരുന്നത്. പിന്നെ ചിക്കന് വേവ് പല രീതിയിലാണ്, അത് ഡിപ്പെൻസ്. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണെങ്കിൽ നല്ലോണം വേവണം, നല്ല വെന്ത് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ. വെള്ളം ആഡ് ചെയ്യാവുന്നവർക്ക് ഈ സമയമാകുമ്പോൾ വെള്ളം ആഡ് ചെയ്യാം. ഓക്കെ, തേങ്ങാപ്പാൽ ആഡ് ചെയ്യാമോ? തേങ്ങാപ്പാല് ആഡ് ചെയ്യുമ്പോൾ ആ റോസ്റ്റിന്റെ ടേസ്റ്റ് അതൊക്കെ കുറയാൻ തുടങ്ങും. ഓക്കെ, ഇതൊരു സെമി ഗ്രേവിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാന്നുള്ളത് നമ്മളുടെ ഇഷ്ടപ്പെടും. അപ്പൊ ഇപ്പൊ ഏകദേശം ഇതായി വരുന്നു. ഏകദേശം ഇതായി വരികയാണ്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഷഗോമി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചൈനീസും ഈ പാത്രമൊക്കെ എന്താണ്, വെറുതെ ഷോ, ഒരു എന്താ പറയുക, രസമായിക്കോട്ടെ, ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇനി എന്റെ ഫേവറേറ്റ് പാർട്ട് പിടിക്കും. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കമന്റ്സ് എന്റെ കമന്റ് ബോക്സിൽ പറയാ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും അറിയിക്കുക. എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ആരും മറന്നുപോണ്ട. ഞാൻ വേഗം പോയി ചപ്പാത്തിയുടെ കൂടി ഇതൊന്ന് കഴിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ. അതിന് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം. ഉള്ളി വഴറ്റുമ്പോൾ നന്നായിട്ട് വഴറ്റുക. ബിക്കോസ് ഉള്ളി നന്നായിട്ട് വഴറ്റ് വന്നില്ലെങ്കിൽ